എന്ത് സംഭവിച്ച ഒരു വലിയ പൊരുത്തത്തിൽ ആ രോഗം ഇങ്ങോട്ട് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രോഗം വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം മാറി പുഞ്ചിരിച്ചുകൊണ്ട് കാണാൻ വന്നപ്പോൾ, പുന്നാര ഹബീബ് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗവും മാറി. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള പൊരുത്തം നമുക്കുണ്ടാവണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആഗ്രഹം മദീനത്ത് മരിക്കണമെന്നായിരുന്നു. രണ്ടാഗ്രഹം ജീവിതത്തിൽ, ഒന്ന് ഷഹീദാകണം, രണ്ട് മദീനത്ത് മരിക്കണം. അല്ലാ അല്ലാ നിൻ വിധി എന്നും എന്നും എൻ കൊതി, മദീനയിൽ മരിക്കണം, മുബീനിൻ മണ്ണിൽ ചേർക്കണം, പാപിയായ എന്നെ എൻ റസൂൽ കാണുമോ. അല്ലാ അല്ലാ നിൻ വിധി എന്നും എന്നും എൻ കൊതി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. അവസാനം ഇന്ന് നമ്മൾ മദീനത്ത് പോകുമ്പോൾ കിടക്കുന്ന കാണാം ഗുരുത്വമുള്ള മഹാ പണ്ഡിത പ്രഭകൾ സ്വഹാബാ കിറാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തങ്ങനെ കിടക്കുന്നത് കാണാം. അതുകൊണ്ട് പ്രിയമുള്ള മുതഅല്ലിമീങ്ങളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളിലേക്ക് കടന്നു വരികയാ. ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മുതഅല്ലിം ഉണ്ടാവട്ടെ, ഒരു ആലിമുണ്ടാകട്ടെ. നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിങ്ങളുടെ ഖബറിലേക്ക് ഒരു ഫാത്തിഹ ഓതാൻ, നിങ്ങളുടെ സന്തൂക്ക് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ഖുർആൻ ആയത്ത് ഓതാൻ, അങ്ങനെ ഉണ്ടാവട്ടെ. ഇനി അതിനില്ല, അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് സ്ഥാപനങ്ങളോട് നിങ്ങൾക്കൊരു കയ്യൊപ്പ് ചാർത്താൻ കഴിയട്ടെ. ആ സ്ഥാപനത്തിലെ മക്കൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചത്, അല്ലാഹുവേ എന്റെ കഷ്ടപ്പെട്ട പൈസയിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ചിട്ടാണ്, അഭിമാനത്തോടെ ഇസ്സത്തോടെ പടച്ചവനിലേക്ക് പറയാ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു സഹായം ആ പ്രിയപ്പെട്ട സ്ഥാപനങ്ങളോട്, അത് ഈ മനോഹരമായ ഇവിടുത്തെ തങ്ങളുടെ പേരിലുള്ള സ്ഥാപനം എന്ന് ആകണമെന്ന് മാത്രമല്ല, ഏത് സ്ഥാപനത്തെയാകാം, നിങ്ങളുടെ പരിസരത്തുള്ള, നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങളുടെ ജില്ലയിലുള്ള മനോഹരമായ സ്ഥാപനങ്ങളെ ആ സഹായത്തിലൂടെ അല്ലാഹുവിന്റെ വലിയ പൊരുത്തത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം. അവിടെയാണ് മാഷാ അല്ലാഹ് വലിയ വിജയം നമുക്കുണ്ടാകുന്നത്. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഈ ആയത്ത് പറയുന്ന തഖ്വയുടെ സവിശേഷ ഗുണഗണങ്ങളെ മുഴുവനും വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളാണ്